ഹായ്, വെൽക്കം ബാക്ക് ടു ട്രാവൻകൂർ ഗാർഡൻസ്. ഞാൻ അഞ്ജന കൃഷ്ണൻ. ഇന്നിപ്പോൾ കുറച്ച് പേർക്ക് കൊറിയർ അയക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് അവർക്ക് കൊറിയർ അയക്കാനായിട്ട് പറ്റിയിട്ടില്ല. അതുപോലെ എല്ലാവർക്കും ക്ഷമ ചോദിക്കുകയാണ്. കാരണം എനിക്ക് കുറച്ച് ഒരു TT എടുത്തിട്ട് ഒരു പണി കിട്ടിയിരിക്കുമായിരുന്നു. കയ്യിലിങ്ങനെ ഒരു ഇൻഫെക്ഷനൊക്കെ ആയിട്ടിരിക്കുമായിരുന്നു. അപ്പോൾ ഇടയ്ക്ക് പറഞ്ഞ ഹോം ഡെലിവറീസ് ഒന്നും ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഏകദേശം ഒരാഴ്ചയ്ക്ക് മേളിലായ ഹോം ഡെലിവറീസ് പെൻഡിങ് ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് പ്ലാൻസ് എത്തിച്ചു കൊടുക്കേണ്ടിയുണ്ടായിരുന്നു. എന്നിട്ടും കുറച്ച് പേർക്കൊന്നും, ഒരു 15 പേർക്കടുപ്പിച്ച് മാത്രമേ ഇന്നത്തെ ദിവസം ഹോം ഡെലിവറി ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. അപ്പോൾ ബാക്കിയുള്ളവർക്ക് നാളെ പെൻഡിങ് വെച്ചേക്കുവാണ്. അപ്പോൾ രാവിലെ നാളെ തന്നെ ഈ ഓർഡർ തന്നവർക്കുള്ള പ്ലാൻസ് എല്ലാം കൊറിയറിൽ അയക്കുന്നതായിരിക്കും. ബാക്കി ഓർഡർ തന്നിട്ടുള്ള ഹോം ഡെലിവറി പറഞ്ഞിട്ടുള്ളവർക്ക്, പെൻഡിങ് ആയവർക്കെല്ലാം ഞാൻ വാട്സപ്പിൽ എല്ലാവർക്കും മെസ്സേജ് ഇട്ടിട്ടുണ്ട്. അയക്കാൻ പറ്റാത്തവർ കുറച്ച് പേരെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. ബാക്കിയുള്ളവർക്ക് ഞാൻ വാട്സപ്പിൽ മെസ്സേജ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. ബാക്കിയുള്ള ഹോം ഡെലിവറി പെൻഡിങ് ഉള്ളതെല്ലാം നാളെ തന്നെ തന്ന് തീർക്കുന്നതായിരിക്കും. പിന്നെ കുറച്ച് പേർക്ക് ഓർഡേഴ്സ് അയക്കാനുണ്ടായിരുന്നു. അതായത് ഹാരജമന്തിയുടെ കോംബോ ആയാലും റോസ് കോംബോ, കുറച്ച് പേർക്ക് ക്രീ റോസൊക്കെ അയക്കാനുണ്ടായിരുന്നു. അതൊക്കെ നാളെ തന്നെ കൊറിയറിൽ അയക്കും. നാളെ വ്യാഴാഴ്ചയാണ്. വെള്ളി ശനി ദിവസങ്ങളിൽ നിങ്ങൾക്ക് എന്തായാലും 2 ദിവസമുണ്ട്. വെള്ളിയാഴ്ച ശനിയാഴ്ച ദിവസങ്ങളിലായിരിക്കും നിങ്ങൾക്ക് പ്ലാൻസ് കിട്ടുക. അപ്പോൾ നാളെ പ്ലാൻസ് അയക്കുന്നവർ ആരൊക്കെയാണെന്നുള്ളത് നാളെ ഞാൻ ലിസ്റ്റ് ഇടും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, ലിസ്റ്റിൽ പേരുള്ളവർ നിങ്ങളെ DTDCയിൽ കോൺടാക്റ്റ് ചെയ്യുക കേട്ടോ. കാരണം ഇപ്പോൾ ചിലർ കസ്റ്റമേഴ്സ് പറയുന്നൊരു പ്രശ്നമാണ്, അവരുടെ DTDCയുടെ ഇഷ്യൂ പറയുന്നുണ്ട്. DTDCക്കാർ പ്രോപ്പറായിട്ട് വിളിച്ച് പറയത്തില്ല, പ്ലാൻസ് വന്നു കഴിഞ്ഞാൽ അറിയിക്കത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, പ്ലാൻസ് അയച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ഡേ ആകുമ്പോൾ നിങ്ങൾക്കത് ട്രാക്ക് ചെയ്ത് നോക്കാൻ അറിയാവുന്നവർക്കൊന്ന് ട്രാക്ക് ചെയ്ത് നോക്കാൻ പറ്റും. ഗൂഗിളിൽ കയറിയിട്ട് DTDC ട്രാക്കിംഗ് എന്ന് കൊടുത്തു കഴിഞ്ഞിട്ട് ക്യാപിറ്റൽ ലെറ്റർ R തുടങ്ങുന്നൊരു നമ്പറുണ്ട്. ആ നമ്പർ കൊടുക്കുക, സെർച്ച് കൊടുത്തു കഴിഞ്ഞാൽ ട്രാക്ക് ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ കൊറിയർ എവിടെ എത്തി എന്നുള്ളത് നമുക്ക് അപ്ഡേറ്റ് അറിയാൻ പറ്റും. അങ്ങനെ നോക്കുമ്പോഴത്തേക്കും നിങ്ങളെ ഔട്ട് ഓഫ് ഡെലിവറി ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളെ DTDCയിൽ സാധനം എത്തിയിട്ടുണ്ട്. ജസ്റ്റ് അവരൊന്ന് കോൺടാക്റ്റ് ചെയ്യുക. പ്രോഡക്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ പോയി കളക്ട് ചെയ്യുക. ഇപ്പോൾ എല്ലാ പേർക്കും ചിലപ്പോൾ വീട്ടിൽ കൊണ്ടു തരണമെന്നില്ല. കാരണം എനിക്ക് ഇവിടുന്ന് ഏകദേശം ഒരു 15 കിലോമീറ്റർ അടുപ്പിച്ചുണ്ട് DTDC. അപ്പോൾ എനിക്ക് എന്തെങ്കിലും മേടിക്കാനോ കൊടുക്കാനോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് പോയി കളക്ട് ചെയ്യുക ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് പേർക്കൊക്കെ അറിയാമായിരിക്കും DTDC ഹോം സർവീസ് അവൈലബിൾ ആയിരിക്കില്ല, കുറച്ച് പേർക്ക് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ മുമ്പൊക്കെ മേടിച്ചിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ എന്താണ് സിറ്റുവേഷൻ എന്നറിയാം. അപ്പോൾ അതൊന്ന് നോക്കുക കേട്ടോ. പിന്നെ ഹോം ഡെലിവറി ചെയ്യുമ്പോഴത്തേക്കും ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്ലാൻസ് കൊണ്ട് വരുന്നവരെ ഞങ്ങളെ വിളിക്കുന്ന സമയത്ത് നിങ്ങൾ പുറത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ മാക്സിമം തന്നെ അതൊന്ന് വന്ന് കളക്ട് ചെയ്യുക. കാരണം ഇപ്പോൾ ഒരു ലൊക്കേഷനിൽ തന്നെ ഒരു 7-8 വീടൊക്കെ ഒരുമിച്ച് കവർ ചെയ്യാൻ കണക്കിന്, അതായത് ഒരുമിച്ച് പ്ലാൻസ് കൊടുക്കാൻ കണക്കിനായിരിക്കും വരുന്നത്. ഇപ്പോൾ ഞാൻ ഒരു 2-3 വണ്ടിയിലൊക്കെ അറേഞ്ച് ചെയ്തിട്ടൊക്കെ ആയിരിക്കും ചിലപ്പോൾ വരുന്നത്, അല്ലെങ്കിൽ ഓട്ടോ പിടിച്ചിട്ടൊക്കെ ആയിരിക്കും വരുന്നത്. അപ്പോൾ നിങ്ങളുടെ ഒരു വീട് പെൻഡിങ് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു അരമണിക്കൂറോ 1 മണിക്കൂറോ സ്പെൻഡ് ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ പിന്നെ അടുത്തുള്ള ഓരോ വീടുകളും ചിലപ്പോൾ ലാസ്റ്റ് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്ന 1, 2, 3 വീടുകളിൽ ചിലപ്പോൾ കൊറിയർ കൊടുക്കാൻ പറ്റണമെന്നില്ല. മാക്സിമം നിങ്ങളെ വിളിക്കുന്ന സമയത്ത് ഫോണൊന്ന് അറ്റൻഡ് ചെയ്യുക. ഇപ്പോൾ എനിക്ക് പറ്റിയൊരു അനുഭവം എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോൾ വിളിക്കുന്ന സമയത്ത് കോൾ എടുക്കും. അത് കഴിഞ്ഞിട്ട് അവരുടെ വീടിൻ്റെ, അതായത് ഇപ്പോൾ റെസിഡൻഷ്യൽ ഏരിയയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് കണ്ടുപിടിക്കാൻ പറ്റണമെന്നില്ല. അപ്പോൾ അവിടെ പോയി നിന്ന് വിളിക്കുന്ന സമയത്ത് ഫോൺ എടുക്കാണ്ട് വരുമ്പോൾ കുറേ നേരം അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ടിയൊക്കെ വരാറുണ്ട്. അപ്പോൾ നിങ്ങൾ മാക്സിമം ഒന്ന് കോൾ എടുത്ത് സഹായിക്കണം കേട്ടോ. പിന്നെ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ പുതുതായിട്ട് വന്നിട്ടുള്ള സ്റ്റോക്കാണ്, റോസിൻ്റെ സ്റ്റോക്കാണ്. ഇതെല്ലാം നാടൻ ബഡ്ഡിങ് റോസസാണ്. നന്നായിട്ട് പൂക്കുന്ന ടൈപ്പ് റോസസാണ് കേട്ടോ. നല്ല വെള്ളപ്പൂക്കളും മഞ്ഞയും പല വെറൈറ്റീസ് കളർ, പിങ്കും ഓറഞ്ചും ഒക്കെ വന്നിട്ടുണ്ട്. ഇത് മാത്രമല്ല, നാടൻ റോസ്, പട്ട് റോസ്, പനിനീർ റോസ്, എലിസബത്ത് റോസ്, ഇതിൻ്റെ വൈറ്റ് ബോണിക്ക, ഇതെല്ലാം ഇപ്പോൾ സ്റ്റോക്ക് അവൈലബിൾ ആണ്. നാടൻ റോസിൻ്റെ വീഡിയോ ഞാൻ സെപ്പറേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഞാൻ ജമന്തിയുടെ ഒരു കോംബോ ഇപ്പോൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ജമന്തി വേണമെന്നുള്ളവർ പറയുക. 6 ടൈപ്പ് ജമന്തി പ്ലസ് ഒരു ഡയാന്തസ് 500 രൂപ ഇൻക്ലൂഡിങ് കൊറിയർ ചാർജാണ് ചാർജ് ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ റോസ് കോംബോസും അവൈലബിൾ ആണ്. റോസ് കോംബോയിലിപ്പോൾ 660 ഒരു കോംബോ ഉണ്ട്. 5 പ്ലാൻസ് വരുന്ന ഒരു 660-ൻ്റെയും പിന്നെ 730 രൂപയുടെ കമ്മൽ റോസ് കോംബോ അവൈലബിൾ ആണ്. പനിനീർ റോസ്, പട്ട് റോസ്, പനിനീർ റോസിൻ്റെ ചേച്ചി, ഈ കോംബോയും. പിന്നെ അവൈലബിൾ ആയിട്ടുള്ളത് ഗ്രീൻ റോസ് കോംബോ ആണ്.
ഗ്രീൻ റോസ് കോംബോയ്ക്കകത്ത് 5 എണ്ണമാണ് വരുന്നത്. അപ്പോൾ ഇത്രയും കോംബോസാണ് ഇപ്പം അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ കോംബോസ് വേണമെന്നുള്ളവരും ഇതിലെൻ്റെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. ഈ വാട്സപ്പ് നമ്പറിലൊന്ന് വിളിക്കുക, നിങ്ങളുടെ ഓർഡർ പ്ലേസ് ചെയ്യുക. പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോ ഇട്ടപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു 2 ആഴ്ച ഇപ്പോൾ 2-3 ആഴ്ചയായി നിങ്ങൾ ഓർഡർ പ്ലേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് സാധനം കയ്യിൽ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്നെ വന്നൊന്ന് മെസ്സേജ് ഇടുക കേട്ടോ. ചിലപ്പോൾ ഞാൻ കറക്റ്റായിട്ട് നോട്ട് ചെയ്ത് പോകുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ പേയ്മെൻറ്റ് ഇടുന്ന സമയത്ത് കറക്റ്റായിട്ട് നോട്ട് ചെയ്ത് പോകുന്നുണ്ട്. ഇൻ കേസ് ഇപ്പോൾ 1-2 ഓർഡേഴ്സൊക്കെ ചിലപ്പോൾ എഴുതാൻ വിട്ടുപോകും. കാരണം ഞാൻ ഹോം ഡെലിവറിക്കൊക്കെ പോകുന്ന സമയത്ത് ചിലപ്പോൾ നിങ്ങളുടെ കോൾസ് വന്നാൽ ചിലപ്പോൾ അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ പേയ്മെൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ കാണത്തില്ല. കാരണം എൻക്വയറീസ് വരുന്നുണ്ട്. അപ്പോൾ ഓരോ മെസ്സേജ് വരുന്നോറും നിങ്ങളുടെ മെസ്സേജ് താഴത്തേക്ക് പോവുകയാണ്. അപ്പോൾ നിങ്ങൾ പേയ്മെൻറ്റ് ഇട്ട് കഴിഞ്ഞിട്ട് നിങ്ങൾ അഡ്രസ്സ് ഇട്ട് കഴിഞ്ഞിട്ട് പൊക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ താഴോട്ട് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് അത് കാണണമെന്നില്ല. ഇപ്പോൾ കോൾസൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കോളൊക്കെ പിക്ക് ചെയ്യുന്ന സമയത്ത് പിന്നെ അതിന് മേളിൽ വരുന്ന മെസ്സേജസ് ആയിരിക്കും വന്ന് കിടക്കുന്നത്. അപ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും കാരണവശാൽ നിങ്ങളുടെ മെസ്സേജ് കാണാണ്ടൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് പ്ലാൻസ് കിട്ടത്തില്ല. അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ, ഇപ്പോൾ ഓർഡർ ചെയ്തു പ്ലാൻസ് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് എനിക്ക് വന്നിട്ട് ഹായ് പ്ലാൻസ് അയച്ചോ, എനിക്ക് പ്ലാൻസ് ഇതുവരെ കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നോട്ട് ചെയ്ത് വെച്ചേക്കുന്നത്, അതായത് ചെക്ക് ചെയ്തിട്ട് ഞാൻ നിങ്ങളുടെ പ്ലാൻസ് അയച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ഡേ തന്നെ കൊറിയർ അയക്കുന്നതായിരിക്കും. പിന്നെ DTDCയുടെ സ്ലിപ്പിൻ്റെ കാര്യം ഞാൻ ഈവനിങ് ഇടാമെന്ന് പറയുന്നത് ചിലപ്പോൾ ഇടാൻ പറ്റാറില്ല. അത് വേറൊന്നുമല്ല, ഇപ്പം ഞാൻ സ്ഥിരമായിട്ട് ഇവിടെ നിന്ന് കൊറിയർ അയക്കുന്നത് ഏകദേശം ഒരു 4 വർഷം 5 വർഷമായി കൊറിയർ അയക്കാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടപ്പോൾ DTDCയിലെ അങ്കിളിനെ എനിക്കറിയാം. അപ്പോൾ ഞാൻ സാധാരണ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്ലാൻസ് നമ്മൾ കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞിട്ട് സ്ലിപ്പ് അന്നേരം കളക്ട് ചെയ്യില്ല. എനിക്ക് ഈവനിങ്ങോ അല്ലാന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ഡേയോ വാട്സപ്പ് ചെയ്യുക ചെയ്യുന്നത്. അങ്കിൾ ഫ്രീ ആവുന്ന സമയത്ത് എനിക്കത് വാട്സപ്പിൽ ഇട്ട് തരിക ചെയ്യുന്നത്. അപ്പോൾ വാട്സപ്പിൽ ഇട്ട് തരുന്ന സമയത്തേക്ക് ചിലപ്പോൾ എനിക്ക് നിങ്ങൾക്ക് അയച്ചു തരാൻ പറ്റുള്ളൂ. ചിലപ്പോൾ നെക്സ്റ്റ് ഡേ മോർണിംഗ് ഒക്കെ ആയിരിക്കും എനിക്ക് അയച്ചു തരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ചിലപ്പോൾ എനിക്ക് സ്ലിപ്പ് അയച്ചു തരാൻ പറ്റാത്തത്. അതുകൊണ്ട് ഇനി മുതൽ അയക്കുന്നവരുടെ നെയിം ഞാൻ വീഡിയോസിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കറക്റ്റ്. അപ്പോൾ ആ വീഡിയോയിൽ പേര് വരുന്നവരെ നിങ്ങൾ എന്ത് ചെയ്യാം, DTDCയിലൊന്ന് കോൺടാക്ട് ചെയ്താൽ മതിയാവും. അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ട്രിവാൻഡ്രം മുതൽ എറണാകുളം വരെയാണെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ഡേ കിട്ടും. എറണാകുളം മുതൽ കാസർഗോഡ് വരെയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അടുത്ത ദിവസം സെക്കൻഡ് ഡേ ആയിരിക്കും നിങ്ങൾക്ക് പ്ലാൻസ് കിട്ടുന്നത്. അപ്പോൾ ഇതിനൊരു കാൽക്കുലേഷൻ വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, DTDCയിലൊന്ന് കോൺടാക്ട് ചെയ്താൽ മതിയാവും. പിന്നെ ഇതിൽ ഏതെങ്കിലുമൊക്കെ റോസ് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതിയാവും. പിന്നെന്താ, പുതിയ കുറച്ച് റോസിൻ്റെ കളക്ഷൻസാണ് കാണിക്കുന്നത്. ഇപ്പോൾ നാടൻ യെല്ലോ റോസിൻ്റെത് ഒരു കോംബോ വരുന്നുണ്ട്. അത് കുറച്ച് ടൈം എടുക്കും, 1 മന്തിനകത്തൊരു കോംബോ വരും. നാടൻ യെല്ലോ റോസിൻ്റെ കോംബോ ആണ്. അത് വരുമ്പോഴത്തേക്ക് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ ഒരുപാട് പേര് നാടൻ യെല്ലോ അവൈലബിൾ ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരുടെ അടുത്തും പറയുന്നുണ്ട് 1 മന്ത് കഴിയും 2 മന്ത് കഴിയുമെന്ന് പറയുന്നുണ്ട്. കാരണം പ്ലാന്റ്സ് നാടൻ യെല്ലോ ഉള്ളവർക്കറിയാം ഭയങ്കര ഒരു ഫാസ്റ്റ് ഗ്രോത്ത് അല്ല, സ്ലോ ഗ്രോത്ത് ആണ്. അപ്പോൾ വെച്ചേക്കുന്ന പ്ലാന്റ്സ് എല്ലാം ഒന്ന് ഹെൽത്തി ആയിട്ട് ഉഷാറായിട്ട് വരുന്നതേ ഉള്ളൂ. അപ്പോൾ അത് കുറച്ച് റെഡി ആവാനായിട്ട് ടൈം എടുക്കും. അന്നേരം ഞാനൊരു കോംബോ സെറ്റ് ചെയ്യുന്നതായിരിക്കും. സിംഗിളായിട്ടും കൊടുക്കുന്നതായിരിക്കും, കോംബോയും സെറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ നിങ്ങൾ പറഞ്ഞ യെല്ലോ മിനിയേച്ചർ റോസ് ഒരു 1 മന്തിനകത്ത് റെഡി ആവുന്നതായിരിക്കും കേട്ടോ. ഇപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ലോഡിൽ വന്നേക്കുന്ന റോസസ് എന്ന് പറയുന്നത്. പിന്നെ നാടൻ റോസ് ഉണ്ട്. നാടൻ റോസിൻ്റെ ഒരു വീഡിയോ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് നാളെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതിൽ ഏതെങ്കിലുമൊക്കെ റോസ് വേണമെന്നുള്ളവർ ഇതെൻ്റെ വാട്സപ്പ് നമ്പറാണ്, ഇതിലൊന്ന് കോൺടാക്ട് ചെയ്താൽ മതിയാവും. പിന്നെ നിങ്ങൾ ചിലപ്പോൾ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുന്ന സമയത്ത് എനിക്ക് കോളോ അല്ലെങ്കിൽ മെസ്സേജോ അപ്പോൾ തന്നെ റിപ്ലൈ തരാൻ പറ്റണമെന്നില്ല. കാരണം ഹോം ഡെലിവറി ചെയ്യുന്നത് ഞാനും പിന്നെ ഹെൽപ്പിന് ആരെങ്കിലുമൊക്കെ ആയിരിക്കും ചെയ്യുന്നത്. ഹോം ഡെലിവറി എന്ന് പറയുന്നത് മിക്കവാറും ഞാൻ കൊടുക്കുന്നുണ്ട്, ഒരുപാട് ലൊക്കേഷൻസിൽ കൊണ്ടുപോയി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ട്രാവലിംഗ് ആയിരിക്കും. അപ്പോൾ എനിക്ക് കറക്റ്റ് ടൈമിന് ചിലപ്പോൾ നിങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ കോള് കിട്ടണമെന്നൊന്നുമില്ല. അതുകൊണ്ടാണ് കോള് പിക്ക് ചെയ്യാൻ പറ്റാത്തത്. അതുമാത്രമല്ല ഹോം ഡെലിവറിക്ക് പൊക്കഴിഞ്ഞാൽ പിന്നെ ഒരു ഈവനിങ് ടൈമിലായിരിക്കും. കാരണം ഒരു ഏരിയ വരുവാണെന്നൊക്കെ ഒരു 10-12 വീടുകൾ ഒരുമിച്ച് സെലക്ട് ചെയ്തിട്ടായിരിക്കും പോകുന്നത്. ഞാൻ മാത്രമല്ല വേറെ ആരെങ്കിലും ഉണ്ടാവും. അപ്പോൾ അവർ ഓട്ടോയിലും ഒക്കെയാണ് സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ 2-3 ലൊക്കേഷൻസിലൊക്കെ ആയിട്ടായിരിക്കും പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ തിരക്കിനിടയിൽ ചിലപ്പോൾ കോൾസ് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അറ്റൻഡ് ചെയ്യാൻ പറ്റണമെന്നില്ല. അപ്പോൾ ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾ മെസ്സേജ് അയച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ രാത്രി ഒരു 10:30 മുമ്പായിട്ട് എല്ലാവർക്കും റിപ്ലൈ ഇടും.
വരുന്ന മെസ്സേജസിനെല്ലാം റിപ്ലൈ ഇടും. കോൾസ് വന്നു കഴിഞ്ഞാൽ തിരിച്ചും വിളിക്കും. അതിന് 10 മണി വരെ എനിക്കൊന്ന് ടൈം തരണം കേട്ടോ. ചിലപ്പോൾ നിങ്ങളൊരു ഉച്ചയ്ക്കൊക്കെ വിളിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് എടുക്കാൻ പറ്റിയെന്ന് വരില്ല. പിന്നെ പുതിയ ലോഡും കാര്യങ്ങളൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണം. പിന്നെ കൊറിയർ കാര്യങ്ങളുടെയൊക്കെ ലോഡും കറക്റ്റായിട്ട് നോക്കിക്കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് നെക്സ്റ്റ് ഡേ തന്നെ കൊറിയർ അയക്കാനും പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ കുറച്ച് ഇഷ്യൂസ് ഉള്ളത് കൊണ്ടാണ് ചിലപ്പോൾ കോൾസ് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തത്. നിങ്ങൾ മെസ്സേജ് അയച്ചിട്ട് കഴിഞ്ഞാൽ ഞാനൊരു 10:30 മുമ്പായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ റിപ്ലൈ തരുന്നതായിരിക്കും. പിന്നെ പെൻഡിങ് ആയിട്ടുള്ളതെല്ലാം നെക്സ്റ്റ് ഡേ തന്നെ നിങ്ങൾക്ക് അത് അയക്കും. പിന്നെ കുറച്ച് പേർക്ക് മൺഡേ കൊറിയർ അയക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർക്കെല്ലാവർക്കും തിങ്കളാഴ്ച അയക്കും. ബാക്കിയുള്ളവർക്കെല്ലാം നാളത്തെ കൊറിയറിൽ തന്നെ അയക്കുന്നതായിരിക്കും. കാരണം കുറച്ച് ഓർഡേഴ്സ് കഴിഞ്ഞ വീക്കിൽ കിട്ടിയത് ഇതുവരെ അയച്ചിട്ടില്ല. അപ്പോൾ അവർക്കുള്ളത് നാളെ അയക്കുള്ളൂ. കാരണം ഞാൻ പറഞ്ഞില്ല, എനിക്ക് കുറച്ച് ഇങ്ങനെ ഒരു TT എടുത്ത് ഇങ്ങനെ ഒരു ഇഷ്യൂ വന്നത് കൊണ്ടാണ്. അപ്പോൾ ഒരു ഹെൽപ്പിന് ഒരാളും കൂടെ നിന്നിട്ടാണ് കൊറിയർ അയക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു പ്രോബ്ലം ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ നാളെ കൊണ്ട് തന്നെ മാക്സിമം ഓർഡേഴ്സ് എല്ലാം നാളെ തന്നെ അയച്ചു തീർക്കുന്നതായിരിക്കും. ആരും ഒന്നും വിചാരിക്കരുത് കേട്ടോ, കൊറിയർ പെൻഡിങ് ആവുന്നത് ഇതുകൊണ്ടാണ്, കുറച്ച് ഹെൽത്ത് ഇഷ്യൂ ആണ്. മാക്സിമം നാളെ തന്നെ കൊറിയർ അയക്കും. നാളെ കൊറിയർ അയച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അപ്ഡേറ്റ് ഇടുന്നതായിരിക്കും കേട്ടോ. ആർക്കൊക്കെയാണ് കൊറിയർ അയച്ചതെന്നുള്ളത് നാളത്തെ ദിവസം തന്നെ അപ്ഡേറ്റ് ഇടും. അപ്പോൾ ആ പേരുള്ളവർ നെക്സ്റ്റ് ഡേ നിങ്ങളുടെ DTDCയിലൊന്ന് കോൺടാക്റ്റ് ചെയ്യുക. പ്ലാൻസ് എത്തിയിട്ടുണ്ടോ എന്ന് ചോദിക്കുക. എത്തിയിട്ടുണ്ടെങ്കിൽ അന്നേരം തന്നെ പോയി കളക്ട് ചെയ്യാൻ നിൽക്കുക. അപ്പോൾ നെക്സ്റ്റ് ഡേക്ക് കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു ദിവസം കൂടെ ഇപ്പോൾ കൊറിയറിൽ ലാഗായി പോകില്ലേ. അപ്പോൾ ഈവനിങ് ആണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ ഈവനിങ് തന്നെ പോയി പ്ലാൻസ് ഒന്ന് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. പ്ലാൻസ് പോർട്ട് ചെയ്യുന്ന മെത്തേഡും കാര്യങ്ങളൊക്കെ ഞാൻ ഇതിനകത്ത് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ കാണാത്തവരാണെങ്കിൽ ജസ്റ്റ് വീഡിയോ ഒന്ന് പോയി നോക്കുക. നിങ്ങൾക്ക് ആ കിട്ടുന്ന പ്ലാൻസ് എങ്ങനെയാണ് പോർട്ട് ചെയ്യേണ്ടതെന്നുള്ളതും നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളതും ഞാൻ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവരും ശ്രദ്ധിച്ച് കാണുക. അതുപോലെ തന്നെ മുമ്പ് പ്രീവിയസ് ആയിട്ട് ഞാനിട്ട വീഡിയോസ് ഒന്ന് ചെക്ക് ചെയ്യുക. അതിനകത്ത് കോമ്പോസും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. റോസിന് വരുന്ന അസുഖങ്ങളെ കുറിച്ചിട്ടും എന്തൊക്കെയാണ് നമ്മളെ പ്രതിവിധി എന്നുള്ളതൊക്കെ ഞാൻ മുമ്പുള്ള വീഡിയോസിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എല്ലാവരും ഒന്ന് വാച്ച് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണ്, എന്തെങ്കിലും മാറ്റം വരുത്താനുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് കമൻസ് ആയിട്ട് ഇടാം. അതുപോലെ തന്നെ എൻ്റെ കയ്യിൽ നിന്ന് പ്ലാൻസ് മേടിച്ചവരുണ്ട്. അപ്പോൾ അവർക്ക് കിട്ടിയ എക്സ്പീരിയൻസ് എന്താണെന്നുള്ളതും കൂടെ നിങ്ങൾ കമൻസ് ആയിട്ടൊന്ന് ഷെയർ ചെയ്യാം കേട്ടോ. കാരണം നിങ്ങളുടെ കമൻസ് കാണുന്നവർ, പുതുതായിട്ട് വീഡിയോ കാണുന്നവർ ചാനൽ വാച്ച് ചെയ്യുമ്പോൾ കമൻസ് അവർക്ക് യൂസ്ഫുൾ ആവും. നിങ്ങൾക്ക് പ്ലാൻസ് കിട്ടിയപ്പോൾ എന്താണ്, പ്ലാൻസ് ഓക്കെ ആണോ എന്താണെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ഇടുക. അതിന് പിന്നീട് പ്ലാൻസ് മേടിക്കുന്നവർക്ക് കുറച്ച് ഹെൽപ്പ് ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ടാവും, അപ്പോൾ അവർക്കൊക്കെ ചാനലൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അവർക്കൊക്കെ യൂസ്ഫുൾ ആവുന്ന വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. റോസിൻ്റെ മാത്രമല്ല ബാക്കി വരുന്ന പ്ലാൻസും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. പിന്നെന്താ, അപ്പോൾ പ്ലാൻസ് മേടിക്കാൻ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഇതിൽ വാട്സപ്പ് നമ്പർ ഉണ്ട്, അതിനകത്തൊന്ന് കോൺടാക്റ്റ് ചെയ്യുക. അപ്പോഴത്തേക്കും ഞാൻ അവൈലബിൾ ആയിട്ടുള്ള റോസും കോമ്പോസും കളക്ഷൻസും എല്ലാം നിങ്ങൾക്ക് വാട്സപ്പിൽ തന്നെ ഡീറ്റെയിൽസ് തരുന്നതായിരിക്കും. പിന്നെ കോമ്പോസ് വേണമെന്നുള്ളവർക്ക് അത് പറയുക. ഞാൻ കോമ്പോസിൽ പറയുന്നുണ്ട് ഏത് കോംബോ ആണ്. ഇപ്പോൾ കമ്മൽ കോംബോ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ പറഞ്ഞാൽ എനിക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ എളുപ്പമായിരിക്കും. പിന്നെ ഹാരജമന്തിയുടെ ആണെങ്കിൽ ഡയാന്തസ് കോംബോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് എനിക്ക് എളുപ്പമായിരിക്കും നിങ്ങൾ ഏത് കോംബോ ആണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. കാരണം റോസ് കോംബോ എന്ന് പറയുമ്പോൾ ഞാൻ ഏകദേശം ഒരു 5-6 ടൈപ്പ് റോസ് കോംബോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ബുദ്ധിമുട്ടായിരിക്കും. ചിലപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു വീഡിയോ ആയിരിക്കും കണ്ടിട്ട് വരുന്നത്, റോസ് കോംബോ ആയിരിക്കും നിങ്ങൾ ചോദിക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾക്കും എനിക്കും ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു സ്ക്രീൻഷോട്ട് എടുക്കുക, നിങ്ങൾ ഏതാണ് കണ്ടിട്ടുള്ളത് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ അത് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് എളുപ്പമായിരിക്കും കേട്ടോ. പിന്നെ റിപ്ലൈ കിട്ടിയില്ല എന്ന് പറഞ്ഞ് കുറച്ച് പേരൊക്കെ പരാതി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവരോടൊക്കെ ക്ഷമ ചോദിക്കുകയാണ്. കാരണം റിപ്ലൈ തരാത്തതിൻ്റെ റീസണാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇങ്ങനെ ഹോം ഡെലിവറിയും പിന്നെ ലോഡ് വരുന്ന സമയമൊക്കെ ആകുമ്പോഴത്തേക്കും ചിലപ്പോൾ ശ്രദ്ധിക്കാൻ പറ്റണമെന്നില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.